പ്രകൃതിയുടെ ഹരിത ഭംഗിയും ഹിമകണങ്ങൾ തലോടിയ കാട്ടുചെടികളും കാട്ടരുവികളും കിളികളുടെ കലപിലയും ഇന്നും നിലച്ചിട്ടില്ലാത്ത സുന്ദര കാഴ്ചകൾ നിറഞ്ഞ കുറ്റ്യാടി ചുരത്തിലൂടെ ഒരു യാത്ര പോയാലോ? അപ്പം വിട്ടാലോ? നിങ്ങളൊക്കെ താമരശ്ശേരി ചുരം വഴി ഒരുപാട് യാത്ര ചെയ്തവരായിരിക്കും അല്ലേ? എന്നാൽ വയനാട്ടിലേക്ക് ഒരു തിരക്കും ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റിയ പ്രകൃതി രമണീയമായ മറ്റൊരു പാതയാണ് കുറ്റ്യാടി ചുരം വഴിയുള്ള യാത്ര. പച്ചപ്പിൽ മൂടി നിൽക്കുന്ന മനോഹരങ്ങളായ മലനിരകളും കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങനെ വയനാട്ടിലേക്ക് എത്താൻ പറ്റിയ മനോഹരമായ ഒരു റൂട്ട് തന്നെയാണിത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൊട്ടിൽപ്പാലം ടൗണിലൂടെയാണ്. കുറ്റ്യാടി ചുരം വഴി വയനാട്ടിലേക്ക് പോകുന്ന പാതയിലെ മലയടിവാരത്തുള്ള പ്രധാന കേന്ദ്രമാണിവിടം. ഇതാ നമ്മുടെ വലതുവശത്തായി കാണുന്നതാണ് തൊട്ടിൽപ്പാലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. പിന്നെ ഇവിടെ തൊട്ടിൽപ്പാലം എന്ന പേര് വന്നതുമായി പറയപ്പെടുന്ന ഒരു കഥയുണ്ട്. പണ്ട് ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അടുത്ത സ്ഥലമായ കുണ്ടുത്തോട് എസ്റ്റേറ്റിലോട്ട് പോകാനായി ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു എന്നും അതിൽ നിന്നാണ് തൊട്ടിൽപ്പാലം എന്ന പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് തൊട്ടിൽപ്പാലം എന്ന പേര് ഉണ്ടായത്. ഇതാ ഇപ്പം നമ്മുടെ വലതുവശത്തായി കാണുന്നതാണ് തൊട്ടിൽപ്പാലം KSRTC ഡിപ്പോ. ഇവിടെ നിന്നാണ് കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കൂടാതെ ദീർഘദൂര സർവീസുകളായ പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ KSRTC ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇതാ ഈ റൂട്ടിലെ ആദ്യത്തെ മനോഹരമായ കാഴ്ച ഇതാ എത്തിയിരിക്കുകയാണ്. നമുക്ക് കുറച്ച് സമയം ആ കാഴ്ച ഒന്ന് കണ്ടിട്ട് പോവാം. മഴക്കാലമായതുകൊണ്ട് ഒരുപാട് വെള്ളം കുത്തിയൊഴുകുന്നുണ്ട്. ഇവിടേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ ഇറങ്ങാനൊന്നും ശ്രമിക്കരുത്. ഈ കാണുന്നത് മുഴുവൻ പാറയാണ്. വഴുതി വീഴാനൊക്കെ സാധ്യത കൂടുതലാണ്. നമ്മളിപ്പോൾ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് പട്ടിയാട്ട് വെള്ളച്ചാട്ടം. പട്ടിയാട്ട് ബ്രിഡ്ജാണ് നമ്മൾ കടന്ന് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് ചാത്തങ്കോട്ട് നട. കാവിലുംപാറ എന്ന സ്ഥലത്ത് നിന്നാണ് ശരിക്കും കുറ്റ്യാടി ചുരം ആരംഭിക്കുന്നത്. പക്ഷേ ഇവിടുന്നൊക്കെ കയറ്റവും വളവും ഒക്കെയുള്ള സ്ഥലം തന്നെയാണ്. ഇവിടുന്നൊക്കെ നമുക്ക് തൊട്ടിൽപ്പാലത്ത് നിന്ന് 4 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് കാവിലുംപാറ എത്തുക. അവിടെ നിന്നാണ് ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാ ഒരു ആനവണ്ടി വരുന്നുണ്ട്. ഈ റൂട്ടിൽ പ്രധാനമായും KSRTC തന്നെയാണ് കേട്ടോ സർവീസ് നടത്തുന്നത്. വയനാട് ഭാഗങ്ങളിലൊക്കെ പ്രധാനമായിട്ടും KSRTC തന്നെയാണ് സർവീസ് നടത്തുന്നത്. ഇവിടെ ഒരു അടിപൊളി പുഴ ഒഴുകുന്നുണ്ട്, പൂതമ്പാറ പുഴ. നമുക്കൊന്ന് കണ്ടാലോ? ചെറിയൊരു പാലുണ്ട് ഇവിടെ. അതിൻ്റെ മുകളിൽ നിന്നാൽ നന്നായിട്ട് കാണാൻ പറ്റും. അങ്ങോട്ട് പോയി നോക്കാം. എന്താല്ലേ ഈ പാലം കാണാൻ തന്നെ എന്താ ഭംഗി. അപ്പോൾ ഈ പാലത്തിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച കണ്ടോ നിങ്ങൾ? വെള്ളം കുത്തിയൊഴുകി വരുന്ന അടിപൊളിയല്ലേ? ഇത് മഴക്കാലമായതുകൊണ്ടാട്ടോ ഇത്രയ്ക്കും വെള്ളം. മഴ
മഴക്കാലം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വെള്ളം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇത് മലയോര മേഖലയാണ്. അപ്പം വെള്ളത്തിന് വളരെ ക്ഷാമമുള്ളൊരു സ്ഥലം കൂടിയായിരിക്കണം. അപ്പം മഴക്കാലമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കുത്തി ഒഴുകുന്നത്. ഇവിടെ ഒരു ചർച്ച് ഉണ്ട് കേട്ടോ, ലിറ്റിൽ ഫ്ലവർ ചർച്ച്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇവിടെയൊക്കെ നല്ല കയറ്റം തന്നെയാട്ടോ. പക്ഷേ ചുരം തുടങ്ങിയിട്ടില്ല. ചുരം തുടങ്ങാൻ വേണ്ടി കുറച്ചുകൂടി മുന്നോട്ട് പോകണം. എന്താ അല്ലേ പച്ചപ്പ്! മഴ പെയ്ത് അടിപൊളിയാണ്. മഴ പെയ്താൽ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും കാണാൻ ഇങ്ങനെ തന്നെയാട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ഇതാ ഇവിടുന്ന് ഈ വളവ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ ചുരം സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ചുരത്തിലെ ഒന്നാമത്തെ എയർപിൻ വളവ് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ കുറ്റ്യാടി ചുരത്തിലെ ആദ്യത്തെ എയർപിൻ വളവ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൊത്തത്തിൽ കുറ്റ്യാടി ചുരത്തിൽ 11 എയർപിൻ വളവുകളാണുള്ളത്. കണ്ടില്ലേ, നമ്മൾ ഈ ചുരത്തിലൂടെ യാത്ര തുടങ്ങിയപ്പോൾ കുറച്ച് വാഹനങ്ങളല്ലേ കണ്ടുള്ളൂ. ഇങ്ങനെ തന്നെയാണ് കേട്ടോ മിക്കവാറും. വാഹനങ്ങൾ വളരെ കുറവായിരിക്കും ഈ റൂട്ടിൽ. നമുക്ക് സുഖമായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് പോകാൻ പറ്റിയ ഒരു നല്ല മനോഹരമായ ഒരു റൂട്ട് തന്നെയാണിത്. എങ്ങനെയൊക്കെ ആയാലും ചുരത്തിലൂടെയുള്ള യാത്ര വളരെ ശ്രദ്ധിച്ച് വേണം ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോയാൽ അടിപൊളിയായിരിക്കും ഇതിലൂടെയുള്ള യാത്ര. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, നമുക്ക് അതൊന്ന് കാണാം. ഈ റൂട്ടിലുള്ള ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണിത്. മലയുടെ കാഴ്ചയൊക്കെ വളരെ ഭംഗിയായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും. കണ്ടില്ലേ എന്താ ഭംഗി! നമുക്ക് വണ്ടിയൊന്ന് ഇവിടെ വെച്ചിട്ട് ആ കാഴ്ചയൊന്ന് കാണാം. ഒരു KSRTC ബസ് വരുന്നുണ്ട്. ചുരത്തിലൂടെ KSRTC ബസ് പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അതാ ഒരു ബസ് ഇങ്ങോട്ടും വരുന്നുണ്ട്, അടിപൊളി.
കുറച്ച് കുണ്ടും കുഴികളും ഒക്കെ ഉണ്ട്. അതൊഴിച്ചാൽ അടിപൊളിയാണ് റൂട്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റും. അങ്ങനെ നമ്മളിപ്പോൾ 8ാമത്തെ ഹെയർ പിൻ വളവിലാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് കേട്ടോ 8ാമത്തെ ഹെയർ പിൻ വളവ്. അങ്ങനെ ഇതാണ് ഇവിടുത്തെ മെയിൻ വ്യൂ പോയിന്റ്. മലകളുടെയും താഴ്വാരങ്ങളുടെയും മനോഹരമായ ദൃശ്യം നമുക്ക് ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. കുറച്ചുകൂടി മുന്നോട്ട് പോയി ഇന്നത്തെ യാത്ര നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവരും താമരശ്ശേരി ചുരം വഴി തന്നെ പോവാതെ കുറ്റ്യാടി ചുരം വഴിയും വരാം വയനാട്ടിലേക്ക്. തിരക്കൊക്കെ വളരെ കുറവാണ്. മനോഹരമായ ഒരു റൂട്ട് തന്നെയാണ് ഈ കുറ്റ്യാടി ചുരം വഴി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു അടിപൊളി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.